വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് നടത്തി. കെഎസ്ഇബി ഓഫീസുകളിലേക്കായിരുന്നു മാർച്ച്. കടവല്ലൂർ നായാടി കോളനിക്കാർ കുടിവെള്ളമില്ലാതെ ദുരിതത്തിൽ. ശുദ്ധജലക്ഷാമം മൂലം സ്കൂളിൽ പോകാനാകാതെ കുട്ടികൾ. നീന്തൽ പരിശീലനം സ്കൂളുകളിൽ പഠനത്തിന്റെ ഭാഗമാക്കി മാറ്റണമെന്ന് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ എംഎൽഎ. സമ്പൂർണ്ണ ജലസാക്ഷരത കൈവരിക്കുന്ന രാജ്യത്തെ ആദ്യ മണ്ഡലമായി ഇരിങ്ങാലക്കുട മാറുമെന്നും ഉണ്ണിയാടൻ. വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് നടത്തി. കെഎസ്ഇബി ഓഫീസുകളിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. കൊടുങ്ങല്ലൂർ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതിലകം മതിൽമൂലയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കെഎസ്ഇബി ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ.വി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി ട്രഷറർ ബിപിൻ ദാസ് അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെഎസ്ഇബി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ സിപിഎം ചേർപ്പ് ഏരിയ സെക്രട്ടറി പി.ആർ. വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സദീപ് കെ. ജോസഫ് അധ്യക്ഷനായി. നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെഎസ്ഇബിയുടെ വലപ്പാട് സെക്ഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വലപ്പാട് ചന്തപ്പടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ സിപിഎം നാട്ടിക ഏരിയ സെക്രട്ടറി പി.എം. അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് ഖാൻ ജൂലിയറ്റ് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതുവട്ടൂർ കെഎസ്ഇബി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം പി. അനൂപ് ഉദ്ഘാടനം ചെയ്തു. മുബാറക്, വിവിത്ത്, വി. അനൂപ്, വിനോദ് എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി കെഎസ്ഇബി ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ്. ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് എൻ. കെ. പ്രമോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മരത്താക്കര കെഎസ്ഇബി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണയ്ക്ക് കെഎസ്കെടിയു ഒല്ലൂർ ഏരിയ സെക്രട്ടറി കെ.എൽ. സുരേഷ്, ഡിവൈഎഫ്ഐ ഒല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഇ.എൻ. അനിൽകുമാർ, സെക്രട്ടറി പി.എസ്. ഗിരീഷ്, റിക്സൺ പ്രിൻസ് എന്നിവർ നേതൃത്വം നൽകി. ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് കമ്മിറ്റി മാള കെഎസ്ഇബി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ ബ്ലോക്ക് സെക്രട്ടറി പി.ആർ. രതീഷ് ഉദ്ഘാടനം ചെയ്തു. പ്രവീൺ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എം.സി. സന്ദീപ്, പി.എസ്. സുനിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് ടി.സി.വി. കുടിക്കാനും കുളിക്കാനും വെള്ളമില്ല. കടവല്ലൂർ നായാടി കോളനിയിലെ കുട്ടികൾ സ്കൂൾ പഠനം നിർത്തി. അയിനി മാർത്തോമ എൽ.പി. സ്കൂളിൽ വിദ്യാർത്ഥികൾ നിരന്തരം മുടങ്ങുന്നത് സംബന്ധിച്ച് അധ്യാപികയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും PTA ഭാരവാഹികളും കോളനിയിൽ അന്വേഷിച്ചെത്തിയപ്പോഴാണ് കരളലിയുന്ന കുടിവെള്ളക്ഷാമം തിരിച്ചറിഞ്ഞത്. 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് സ്കൂളിലേക്ക് വരാതെയായത്. അഴുക്ക് നിറഞ്ഞ യൂണിഫോം കഴുകാൻ പോലും വെള്ളമില്ലാതെ ഇവർ വിഷമിക്കുകയായിരുന്നു. കഴിഞ്ഞ വേനലിന് ശേഷം ഈ പൈപ്പുകൾ നനഞ്ഞത് ഇക്കഴിഞ്ഞ വർഷത്തിലെ മഴ കൊണ്ടതുകൊണ്ട് മാത്രമാണ്. കുന്നിൻമുകളിലെ 20-ലേറെ കുടുംബങ്ങളുള്ള ഇവർക്ക് സ്വന്തമായ ഒരു ജലസ്രോതസ് അധികൃതർ കനിഞ്ഞു നൽകിയതാണ്. താഴ്വാരത്തെ കുടുംബങ്ങളിലേക്ക് ഹൌസ് കണക്ഷൻ നൽകിയതോടെ കുന്നിൻമുകളിലെ ജലവിതരണ പൈപ്പുകൾ വ്യാഴാഴ്ച പ്രവർത്തനരഹിതമായി. സ്കൂൾ അധ്യാപിക രമണി, PTA പ്രസിഡന്റ് സാബു ഐനൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ കോളനിയിലെത്തിയത്. സുഹൃത്തുക്കളെ കണ്ടപ്പോൾ കോളനിയിലെ വിദ്യാർത്ഥികൾ ഓടിയെത്തി സ്കൂളിൽ എത്താനാകാത്തതിന്റെ കാരണം വിവരിച്ചു. ഒരിക്കലും ജലമെത്തില്ലെന്ന് ഉറപ്പുള്ള പൈപ്പിൻ ചുവട്ടിൽ പാത്രങ്ങൾ നിരത്തി വേഴാമ്പലിനെപ്പോലെ 100ഓളം പേർ അടങ്ങുന്ന സംഘം വെറുതെ കാത്തിരിക്കുകയാണ്. അധികൃതരോട് പലതവണ പരാതി പറഞ്ഞിട്ടും നടപടിയുണ്ടായില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അടുത്ത ദിവസം വെള്ളമെത്തി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അതും നിന്നു. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപ് ജലമെത്താനുള്ള സാധ്യതയില്ലെന്നാണ് കോളനി നിവാസികൾ പറയുന്നത്. കുടിക്കാനും വസ്ത്രം കഴുകാനും ജലമില്ലാതെ എങ്ങനെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമെന്ന കോളനി നിവാസികളുടെ ചോദ്യത്തിന് അധ്യാപകർക്ക് മറുപടിയില്ലാതായി. സഹവിദ്യാർത്ഥികളായ 100 കണക്കിന് കുട്ടികൾ ഇവർക്ക് ദാഹജലത്തിനായി അധികൃതർക്ക് മുന്നിൽ ഇനി സ്വരമുയർത്തും. ഒരുപക്ഷെ ഒരു പുതിയ സമരമുറയുടെ തുടക്കം ഇവിടെ നിന്നാകും. ടി.സി.വി. കുന്നംകുളം. നീന്തൽ പരിശീലനം സ്കൂളുകളിൽ പഠനത്തിന്റെ ഭാഗമാക്കി മാറ്റണമെന്ന് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ എംഎൽഎ പറഞ്ഞു. ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം സമ്പൂർണ്ണ ജലസാക്ഷരത നേടുന്നതിന് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്പൂർണ്ണ ജലസാക്ഷരത കൈവരിക്കുന്ന രാജ്യത്തെ ആദ്യ മണ്ഡലമായി ഇരിങ്ങാലക്കുട മാറുമെന്നും ഉണ്ണിയാടൻ കൂട്ടിച്ചേർത്തു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അയ്യപ്പൻ അങ്കാരത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി പോളി, പദ്ധതിയുടെ ചുമതല വഹിക്കുന്ന അധ്യാപകൻ A.K. ദേവരാജൻ, പരിശീലകൻ M.S. ഹരിലാൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. എംഎൽഎ നടത്തിയ ജലസാക്ഷരതാ പദ്ധതിയുടെ ഉദ്ഘാടനം വേറിട്ടതായി. ഇരിങ്ങാലക്കുടയെ സമ്പൂർണ്ണ ജലസാക്ഷരതാ നിയോജക മണ്ഡലമായി മാറ്റുന്നതിനുള്ള പദ്ധതി തോമസ് ഉണ്ണിയാടൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തത് നിലയില്ലാ കുളത്തിൽ നീന്തിയായിരുന്നു. കുഴിക്കാട്ടുശ്ശേരിയിലെ സുദർശൻ മാസ്റ്റർ സ്പോർട്സ് അക്കാദമിയുടെ മഷിക്കുളത്തിലാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തിയത്.
ഉദ്ഘാടകനായിരുന്ന MLA എത്തിയത് നീന്തൽ വസ്ത്രം ധരിച്ചായിരുന്നു. ഉദ്ഘാടന പ്രസംഗം ചുരുക്കി ഉണ്ണിയാടൻ കുളത്തിലേക്ക് ഇറങ്ങി നീന്തിയത് പരിശീലനത്തിന് എത്തിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും വിസ്മയിപ്പിച്ചു. ഉണ്ണിയാടന് പിന്നാലെ നിയോജക മണ്ഡലത്തിലെ 150ഓളം വരുന്ന വിദ്യാർത്ഥികളും കുളത്തിൽ നീന്തൽ പരിശീലനത്തിന് ഇറങ്ങി. മണ്ഡലത്തിലെ 22 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് നീന്തൽ പരിശീലിക്കുന്നത്. നീന്തൽ അറിയാത്തവരെ ആദ്യ 3 ദിവസം വായു നിറച്ച ട്യൂബിൽ കിടത്തിയാണ് പഠിപ്പിക്കുന്നത്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും നീന്തൽ പരിശീലിപ്പിക്കും. കുന്നംകുളം വിവേകാനന്ദ കോളേജിൽ ഡിഗ്രി പ്രവേശനത്തിൽ അപാകതകൾ ഉള്ളതായി ആരോപിച്ച് ABVP പ്രവർത്തകർ കോളേജ് ഓഫീസ് ഉപരോധിച്ചു. കോളേജ് യൂണിയൻ ചെയർമാൻ KB നിഖിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MS നിധിൻ, AS സുജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡിഗ്രി പ്രവേശനത്തിൽ മെറിറ്റ് മറികടന്ന് അഡ്മിഷൻ നടത്തിയതായി ഇവർ ആരോപിച്ചു. കോളേജിലെ മലയാളം ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരുടെയും പ്രിൻസിപ്പാളിന്റെയും അറിവോടെയാണ് മെറിറ്റ് മറികടന്ന് അഡ്മിഷൻ നൽകിയിരിക്കുന്നതെന്നും ABVP നേതാക്കൾ പറഞ്ഞു. മെറിറ്റ് സീറ്റ് ലഭിക്കാൻ അർഹതയുള്ള സെബാസ്റ്റ്യൻ എന്ന വിദ്യാർത്ഥിയുടെ അവസരം നഷ്ടപ്പെടുത്തി മറ്റൊരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ നൽകിയെന്നും ഇതിന് തെളിവിനായി ഇവർ ചൂണ്ടിക്കാട്ടി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷിക പൊതുയോഗം ജില്ലാ പഞ്ചായത്ത് അംഗം PS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MK ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. ഏറ്റവും കൂടുതൽ A+ നേടിയ സ്കൂളിന് ജില്ലാ PTA സമ്മാനിച്ച റോളിംഗ് ട്രോഫി PS മോഹൻദാസ് സ്കൂൾ പ്രധാനാധ്യാപിക MC സുഭാഷിണിക്ക് കൈമാറി. പുതിയ PTA പ്രസിഡന്റായി PA മുഹമ്മദ് സലീമിനെയും SMC ചെയർമാനായി MA ഉസ്മാനെയും തെരഞ്ഞെടുത്തു. പ്രിൻസിപ്പൽ CM പൊന്നമ്മ, C ചന്ദ്രൻ, അബ്ദുൾ മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു. ദേശമംഗലം ITIയിൽ KSU SFI വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. സിവിൽ എഞ്ചിനീയറിംഗ് 2ാം വർഷ വിദ്യാർത്ഥിയും KSU യൂണിയൻ ചെയർമാനുമായ സജിത്തിനാണ് തലയ്ക്ക് പരിക്കേറ്റത്. SFI നടത്താനിരുന്ന സമരത്തിന് KSU പ്രവർത്തകർ സഹകരിക്കില്ലെന്ന് പറഞ്ഞതിനാണ് തന്നെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ചതെന്ന് സജിത്ത് പറഞ്ഞു. പരിക്കേറ്റ സജിത്തിനെ വടക്കാഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറുതുരുത്തി പോലീസ് ആശുപത്രിയിലെത്തി സജിത്തിന്റെ മൊഴിയെടുത്തു. കുന്നംകുളം നഗരസഭ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി താലൂക്ക് ആശുപത്രിക്കായി വാങ്ങിയ 75 കിടക്കകളും 50 മേശകളും സ്റ്റൂളുകളും കൈമാറി. നഗരസഭാ ചെയർമാൻ CK ഉണ്ണികൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ ഏറ്റുവാങ്ങി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് MP രാജീവ് അധ്യക്ഷനായിരുന്നു. ജയസിംഗ് കൃഷ്ണൻ, KV ഗീവർ, CB ശ്രീഹരി, സതി അശോകൻ, ഗീതാ ശശി, സോമശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ ഭരണസമിതി അധികാരമേറ്റു. ബാങ്ക് പ്രസിഡന്റായി കോൺഗ്രസിലെ അഡ്വക്കേറ്റ് ജോബി ഡേവിസനെയും വൈസ് പ്രസിഡന്റായി കേരള കോൺഗ്രസ് MLA PK ജോൺസണെയും തെരഞ്ഞെടുത്തു. K സത്യഭാമ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ വരണാധികാരിയായിരുന്നു. അനുമോദന ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പങ്കെടുത്തു. തൃശൂർ ഡയറ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഗവേഷണ പ്രവർത്തനമായ പീസ് 2014 വടുതല ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും ചലച്ചിത്ര താരവുമായ VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ സഫിയ മൊയ്തീൻ അധ്യക്ഷയായിരുന്നു. പ്രധാനാധ്യാപിക AP സുരേഷ്, കുന്നംകുളം AEO P സച്ചിദാനന്ദൻ, മുഹമ്മദ് ഉണ്ണി, PTA പ്രസിഡന്റ് CK റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ അണിനിരുന്ന സാംസ്കാരിക ഘോഷയാത്രയും നടന്നു. ഫിഷറീസ് വകുപ്പിന്റെ HU ഫെസ്റ്റ് 2014 ചാവക്കാട് കടപ്പുറം പഞ്ചായത്ത് ഹാളിൽ നടന്നു. KV അബ്ദുൽ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല അഷ്റഫ് അധ്യക്ഷയായിരുന്നു. വിവിധ വിഷയങ്ങളിൽ KG രാമദാസൻ, പ്രൊഫസർ ഉഷ നന്ദിനി രാജേഷ് എന്നിവർ ക്ലാസ് എടുത്തു. മുസ്താഖ് അലി, ഷാഹു ഹാജി, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ NS ശ്രീലു എന്നിവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ മാള നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോയ് മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു. ജയരാജ് അടിയത്ത് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി AR രാധാകൃഷ്ണൻ, KM പുരുഷോത്തമൻ, VM അബ്ദുൽ കരീം, മേരി റപ്പായി തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പറപ്പൂക്കര പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള ബ്ലാച്ചിറ തോട്ടിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊന്തി. പ്രദേശവാസികൾ കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും ആശ്രയിക്കുന്ന ബ്ലാച്ചിറയിലെ വെള്ളം മലിനപ്പെട്ടത് നാട്ടുകാരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. 2 ദിവസം മുൻപാണ് തോട്ടിൽ മത്സ്യങ്ങൾ ചത്തുപൊന്താൻ തുടങ്ങിയത്. ചത്തമീനുകൾ ചീഞ്ഞഴുകാൻ തുടങ്ങിയതോടെ വെള്ളത്തിനും തോടിന്റെ പരിസരത്തും ദുർഗന്ധം രൂക്ഷമായി. തോട്ടിലെ വെള്ളത്തിന് നിറമാറ്റവും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവൃത്തി ചെയ്തവരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊടകര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. മീൻപിടുത്തക്കാർ വെള്ളത്തിൽ നഞ്ച് കലർത്തിയതാണെന്നും വിഷാംശമുള്ള മറ്റെന്തോ മാലിന്യം തോട്ടിൽ നിക്ഷേപിച്ചതാണെന്നും സംശയിക്കുന്നുണ്ട്. മത്സ്യങ്ങൾ ചാവാനുള്ള കാരണം വ്യക്തമാകുന്നതിനായി ബ്ലാച്ചിറയിലെ വെള്ളത്തിന്റെ സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്.
മത്സ്യത്തൊഴിലാളികൾ തൃപ്രയാർ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. മത്സ്യത്തൊഴിലാളികൾക്ക് ദ്രോഹകരമായ വ്യവസ്ഥകൾ, തീരദേശ പരിപാലന നിയമത്തിൽ നിന്ന് ഒഴിവാക്കുക, കടൽക്ഷോഭത്തിൽ നഷ്ടം സംഭവിച്ചവർക്ക് അടിയന്തര സഹായം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. കെ വി അബ്ദുൽ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന സമിതി അംഗം MA വിജയൻ അധ്യക്ഷനായിരുന്നു. കെ പുരുഷോത്തമൻ, VV അനിത, IK വിഷ്ണുദാസ്, PK മജീദ് എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഗുരുവായൂർ മഞ്ചുളാൽ പരിസരത്ത് സത്യഗ്രഹ സമരം നടത്തി. NCP സംസ്ഥാന സെക്രട്ടറി PK രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് KP സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് മോഹൻദാസ് ചേലനാട്, MK ഷംസുദ്ദീൻ, NYC സംസ്ഥാന ജനറൽ സെക്രട്ടറി T മുഹമ്മദ് ഷാഫി, ഷെനിൽ മന്ദിരാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ടോൾ പിരിക്കാതെ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്നും നഗരത്തിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം. വടക്കാഞ്ചേരി ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനം വടക്കാഞ്ചേരി BRCയിൽ നടന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദി ജില്ലാ കൺവീനർ BR മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. BPO മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ അക്കാദമിക് കൌൺസിൽ ജനറൽ സെക്രട്ടറി KC ശശിധരൻ, കൺവീനർ TA ഷാഹിദ, വിജയൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാമണ്ഡലം കനകകുമാറിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ചാക്യാർകൂത്ത് അവതരിപ്പിച്ചു. ഊത്രാളിക്കാവ് പൂരം എങ്കക്കാട് ദേശത്തിന്റെ പൂരവിളംബര ബ്രോഷർ പ്രകാശനം ഈ മാസം 24-ന് സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഫെബ്രുവരി 24-നാണ് അടുത്ത ഊത്രാളിക്കാവ് പൂരം. പൂരം ദിവസം താലൂക്ക് അടിസ്ഥാനത്തിൽ അവധി നൽകണമെന്നും ദേവസ്വം ധനസഹായം വർദ്ധിപ്പിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കമ്മിറ്റി പ്രസിഡന്റ് കുങ്കുമത്ത് പരമേശ്വരൻ നായർ, സെക്രട്ടറി തുളസി കണ്ണൻ, ട്രഷറർ മണികണ്ഠൻ, NR രാംകുമാർ, രവീന്ദ്രനാഥ്, G സുകുമാരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് സംഘപരിവാർ സംഘടനകൾ ആവശ്യപ്പെട്ടു. നാലമ്പല തീർത്ഥാടന കാലത്ത് പായസ വിൽപ്പനയിൽ വ്യാപക അഴിമതി നടന്നിട്ടുണ്ട്. മലപ്പുറം തിരുനാവായ ക്ഷേത്രത്തിലേക്കായി പാകം ചെയ്ത കാലാവധി കഴിഞ്ഞ പായസം ലേബൽ മാറ്റി ഇവിടെ വിൽപ്പന നടത്തിയതായി ഭാരവാഹികൾ ആരോപിച്ചു. നേതാക്കളായ P ബാബു, നഗരസഭാ കൌൺസിലർ രാജി സുരേഷ്, AP ഗംഗാധരൻ, K ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള NGO അസോസിയേഷൻ നാട്ടിക ബ്രാഞ്ച് വാർഷിക സമ്മേളനം തൃപ്രയാറിൽ നടന്നു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് EK അലി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് VK മണി അധ്യക്ഷത വഹിച്ചു. KPCC അംഗം ശിവൻ കണ്ണോളി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PP യേശുദാസ്, VM ഷൈൻ, CJ വിൽസൺ, PG ഗിരീഷ്, S മേരിദാസൻ എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്ന് വിരമിച്ച ബ്രാഞ്ച് വൈസ് പ്രസിഡന്റ് മദന മോഹനന് യാത്രയയപ്പ് നൽകി. നാടകകൃത്തും കഥാകാരനുമായിരുന്ന CS മുരളി ബാബു അനുസ്മരണവും മുരളിക ട്രസ്റ്റിന്റെ ഉദ്ഘാടനവും ഈ മാസം 23-ന് ആര്യമ്പാടം പകൽ വീട്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സാഹിത്യകാരൻ മാടമ്പ് കുഞ്ഞുകുട്ടൻ ഉദ്ഘാടനം നിർവഹിക്കും. വൈശാഖൻ പുസ്തകം പ്രകാശനം ചെയ്യും. ശ്രാദ്ധം ഷോർട്ട് ഫിലിമിന്റെ പ്രദർശനോദ്ഘാടനം സംവിധായകൻ സുഗീത് നിർവഹിക്കും. ട്രസ്റ്റ് പ്രസിഡന്റ് KV ജോസ്, CT ജോണി, സുരേഷ് ബാബു, വിക്ടർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം CN ജയദേവൻ MP നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ അധ്യക്ഷനായിരുന്നു. +2 വിഭാഗത്തിൽ ഉന്നത വിജയം നേടിയവരെ ജില്ലാ പഞ്ചായത്ത് അംഗം അനിത രാധാകൃഷ്ണൻ അനുമോദിച്ചു. കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ പവിത്രൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, VA ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. 14,60,000 രൂപ ചെലവിട്ടാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചിട്ടുള്ളത്. ഇടവേള. വാർത്തയിലേക്ക്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് ചാപ്പാറയിൽ മദ്യസൽക്കാരത്തിനിടയിൽ കൂട്ടുകാർ തമ്മിലുണ്ടായ തർക്കം സംഘട്ടനത്തിൽ കലാശിച്ചു. ബ്ലേഡ് കൊണ്ടുള്ള ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. പുല്ലൂറ്റ് സ്വദേശി കുഴിക്കണ്ടത്തിൽ 61 വയസ്സുള്ള മുഹമ്മദിനാണ് പരിക്കേറ്റത്. കഴുത്തിൽ മുറിവേറ്റ ഇയാളെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളെ ആക്രമിച്ച കാതിക്കോടത്ത് മോഹനനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലോകപ്രസിദ്ധ വിനോദസഞ്ചാര കേന്ദ്രമായ പുന്നത്തൂർ ആനത്താവളത്തിലെത്തുന്ന സന്ദർശകർ വഴിയറിയാതെ വലയുന്നു. ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള ആനത്താവളത്തിലേക്ക് ദിശ കാണിക്കുന്ന ബോർഡ് അധികൃതർ സ്ഥാപിക്കാത്തതും പ്രവേശന കവാടം നിർമ്മിക്കാത്തതുമാണ് സന്ദർശകരെ വെട്ടിലാക്കിയത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തരിൽ ഭൂരിഭാഗവും ഗുരുവായൂരപ്പന്റെ ഗജസമ്പത്തിനെ കണ്ടാണ് മടങ്ങാറുള്ളത്. സ്ഥലം അറിയാതെ സന്ദർശകർ തൊട്ടടുത്ത ജംഗ്ഷനായ തമ്പുരാൻപടിയിലും കോട്ടപ്പടിയിലും വരെ പോയി ചുറ്റിത്തിരിയുന്നത് നിത്യസംഭവമാണ്. ഗുരുവായൂരിൽ നിന്ന് പോകുമ്പോൾ ആനത്താവളത്തിന് ഇടതുവശത്തായി മുൻപ് സ്ഥാപിച്ചിരുന്ന ദിശാ ബോർഡ് തുരുമ്പെടുത്ത് വീഴുകയായിരുന്നു. ഈ ബോർഡ് ദേവസ്വം അധികൃതർ എടുത്തുകൊണ്ടുപോയി ഇപ്പോൾ മതിലിൽ ചാരി വെച്ചിരിക്കുകയാണ്. സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുന്നവർക്ക് കാണാവുന്ന തരത്തിലാണ് ഈ ബോർഡ്.
ആനത്താവളം എത്തുന്നതിന് മുൻപായി കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ചെറിയൊരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതിൽ എത്ര ദൂരമെന്നോ മറ്റുള്ള വിവരങ്ങളോ രേഖപ്പെടുത്തിയിട്ടില്ല. അഞ്ചേരി ഗവൺമെന്റ് സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾ ഈ മാസം 24-ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ അറിയിച്ചു. സ്കൂൾ നടപ്പാക്കുന്ന 10-ദിന പരിപാടി CN ജയദേവൻ MP ഉദ്ഘാടനം ചെയ്യും. MP വിൻസെന്റ് MLA, മേയർ രാജൻ ചെപ്പല്ലൻ തുടങ്ങിയവർ വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കും. KK രാജൻ, KC ഷേളി, ചെറിയാൻ E ജോർജ്, ജെയിംസ് ഊക്കൻ, ജോസഫീന ജോസഫ് എന്നിവർ പങ്കെടുത്തു. വാഴ്ത്തപ്പെട്ട എയൂപ്രാസമിയുടെ 8ാം തിരുനാൾ ഈ മാസം 29-ന് സെന്റ് മേരീസ് മഠം ചാപ്പലിൽ ആഘോഷിക്കുമെന്ന് മഠം അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 29-ന് രാവിലെ 9:30-ന് ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ പോൾ അച്ചാണ്ടി, ഫാദർ വാൾട്ടർ തേലപ്പള്ളി എന്നിവർ നേതൃത്വം നൽകും. ദിവ്യബലിക്ക് ശേഷം മേരിമാതാ പള്ളിയിലേക്ക് പ്രദക്ഷിണം, തുടർന്ന് മഠം ഹൈസ്കൂളിൽ നിറച്ച ഭക്ഷണ വിതരണവും നടക്കും. നവംബർ 23-ന് എയൂപ്രാസമിയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായാണ് ഈ വർഷത്തെ തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാൾ ദിവസം 50,000-ഓളം ഭക്തജനങ്ങൾക്ക് ഭക്ഷണം ഒരുക്കും. വാർത്താ സമ്മേളനത്തിൽ വൈസ് പോസ്റ്റലേറ്റർ സിസ്റ്റർ ക്ലിയോപാട്ര, സിസ്റ്റർ റാണി ജോർജ്, താജ് ആന്റണി, ഡേവിസ് കൊള്ളന്നൂർ എന്നിവർ പങ്കെടുത്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ തുറന്നു പ്രവർത്തിക്കുന്ന കള്ളുഷാപ്പുകൾ അടച്ചുപൂട്ടുക, പഞ്ചായത്തിനെ സമ്പൂർണ്ണ മദ്യവിമുക്ത പഞ്ചായത്താക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച യൂത്ത് ലീഗ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സായാഹ്ന ധർണ നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നൌഷാദ് തളിക്കുളം അധ്യക്ഷയായിരുന്നു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി, യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KK അഫ്സൽ, CK അഷ്റഫ് അലി, VA ഹുസൈൻ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് MRRM ഹൈസ്കൂളിൽ +2 അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പ്രചാരണം സ്കൂളിനെ തകർക്കാൻ വേണ്ടിയുള്ളതാണെന്ന് മാനേജ്മെന്റ് അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സ്കൂളിന് അനുവദിച്ച +2 കോഴ്സ് കോടതി സ്റ്റേ ചെയ്തെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് ഹയർ സെക്കൻഡറി ഡയറക്ടർക്ക് നിരന്തരം നൽകിയ അപേക്ഷയെ തുടർന്നാണ് +2 അനുവദിച്ചത്. സ്കൂളിന് അർഹതപ്പെട്ടത് മാത്രമേ നേടിയിട്ടുള്ളൂവെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. വരന്തരപ്പള്ളി വേലുപ്പാടം സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ആരംഭിക്കുന്ന ഹയർ സെക്കൻഡറി കോഴ്സിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ഉച്ചതിരിഞ്ഞ് 2-ന് നടക്കുന്ന ചടങ്ങ് C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്യും. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോർജ് എടക്കളത്തൂർ അധ്യക്ഷത വഹിക്കും. ഫാദർ തോമസ് ചൂണ്ടൽ, P ഗീത, അഡ്വക്കേറ്റ് MA ജോയ്, KA തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കടവല്ലൂരിൽ സ്കൂളിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന് പരാതി. കല്ലമ്പുറം വളപ്പിലകത്ത് വീട്ടിൽ ഹംസത്ത് മകൻ 16 വയസ്സുള്ള സിറാജിനെയാണ് തിങ്കളാഴ്ച മുതൽ കാണാതായത്. കടവല്ലൂർ GHSS 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നീല ഷർട്ടും പച്ച പാൻസുമാണ് കാണാതാകുമ്പോൾ ധരിച്ചിരുന്നത്. തല പച്ച വെട്ടിയിട്ടുള്ള സിറാജിന് ഇരുനിറമാണ്. കണ്ടെത്തുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ്. അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ പച്ചക്കറിത്തോട്ടം പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. മുൻ PTA പ്രസിഡന്റ് ടോണി സേവ്യർ അധ്യക്ഷത വഹിച്ചു. പ്രത്യേകമായി തിരിച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ കൂർക്കത്തോട്ടവും വാഴത്തോട്ടവുമാണ് ഒരുക്കിയിരിക്കുന്നത്. സ്കൂളിലെ മികച്ച കർഷക വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. കൃഷി ഓഫീസർ AK സരസ്വതി, VP ദിനേഷ്, P സിന്ധു എന്നിവർ സംസാരിച്ചു. ചെറുതുരുത്തിയിൽ ചരക്ക് വാഹനം തകരാറിലായതിനാൽ 1 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. എറണാകുളത്ത് നിന്ന് മണ്ണാർക്കാട്ടേക്ക് പോകുകയായിരുന്ന ചരക്ക് വാഹനമാണ് തകരാറിലായത്. തുടർന്ന് ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കൊടുങ്ങല്ലൂർ അഴീക്കോട് കുട്ടിക്കലിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 3 ആടുകൾ ചത്തു. കുട്ടിക്കൽ കുക്കുവായിൽ ഷിബുവിന്റെ ആടുകളെയാണ് അജ്ഞാത ജീവി കൊന്നത്. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി മാങ്കുറ്റിപ്പാടം റോഡിൽ കല്ലൂപ്പാലത്തിന് സമീപം റോഡിന് നടുവിൽ ടാറിംഗ് വിണ്ടുകീറിയത് അപകട ഭീഷണിയായി. ഇതിലൂടെ കടന്നുപോകുന്ന ബസ്സുകൾ ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങൾ റോഡിന്റെ ചെരിവ് മൂലം ഒരു വശത്തേക്ക് മറിയാൻ ഇടവരുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. നിരവധി സ്കൂൾ ബസ്സുകളും ഇതുവഴി കടന്നുപോകുന്നുണ്ട്. റോഡരികിലെ കരിങ്കൽക്കെട്ട് ഈയിടെ പുനർനിർമ്മിച്ചെങ്കിലും റോഡിന് നടുവിലെ ടാറിംഗിൽ രൂപപ്പെട്ട വിള്ളലുകൾ നികത്താൻ നടപടിയുണ്ടായില്ല. കടങ്ങോട് പഞ്ചായത്ത് കുടുംബശ്രീ ADSന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ കർഷക തൊഴിലാളികൾക്ക് കാർഷികോപകരണ വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്യാണി S നായർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് VK രഘുസ്വാമി അധ്യക്ഷത വഹിച്ചു. PS പുരുഷോത്തമൻ, ജാനകി പത്മജൻ, രമണി രാജൻ, മിനി ചന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. KSRTC ജീവനക്കാർ നടത്തുന്ന പണിമുടക്കിന്റെ ഭാഗമായി യൂണിറ്റ് തല സമര പ്രഖ്യാപന കൺവെൻഷൻ ഗുരുവായൂരിൽ നടന്നു. KSRTE സംസ്ഥാന സെക്രട്ടറി M മസ്താഖാൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു.
AITUC സംസ്ഥാന കൌൺസിൽ അംഗം BT ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. M വാസുദേവൻ, UV വാസുദേവൻ, KK ജയൻ, TS അരുണൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 28, 29 തീയതികളിലാണ് പണിമുടക്ക് സമരം. പുന്നയൂർക്കുളം പഞ്ചായത്തിലെ LDF ഭരണസമിതിക്കെതിരെ UDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. 8 അംഗങ്ങൾ ഒപ്പിട്ട പ്രമേയമാണ് ചാവക്കാട് ബ്ലോക്ക് സെക്രട്ടറിക്ക് നൽകിയത്. 10 അംഗങ്ങൾ UDFന് പിന്തുണ നൽകിയാൽ പ്രമേയം പാസ്സാക്കുകയും ഭരണമാറ്റം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ UDF 8, LDF 7, BJP 4 എന്നിങ്ങനെയാണ് കക്ഷിനില. സെൻട്രൽ വെയർ ഹൌസിംഗ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന കർഷകർക്കായി പരിശീലന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഉൽപാദനാനന്തര ടെക്നോളജി എന്ന പേരിൽ നടത്തിയ പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ മാനേജർ BR മനീഷ് അധ്യക്ഷനായി. PA ബാലൻ, N റാം, ഗീത അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിലെ നായ്ക്കളുടെ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് നടത്തി. എർലീഷ്യ രോഗം ബാധിച്ച് മാസങ്ങൾക്ക് മുൻപ് 2 നായ്ക്കൾ ചത്തതിനെ തുടർന്ന് വെറ്ററിനറി കേന്ദ്ര സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിന് തുടർച്ചയായാണ് പരിശോധന നടത്തിയത്. പരിശീലനത്തിനുള്ള എല്ലാ നായ്ക്കളും ആരോഗ്യം വീണ്ടെടുത്തതായി ഡോക്ടർമാർ അറിയിച്ചു. മേളപ്രമാണി പെരുവനം സതീശൻ മാരാർക്കുള്ള വീരശൃംഖല സമർപ്പണ സമാദരണ സന്ധിയോടനുബന്ധിച്ച് ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ നടക്കുന്ന പഞ്ചമത്തിന്റെ 2ാം ദിവസം ദ്വിതീയം വേദിയിൽ കലാമണ്ഡലം രാമചാക്യാർ ദീപോജ്വലനം നടത്തി. ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് EV കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷനായി. ആറാട്ടുപുഴ ക്ഷേത്ര ക്ഷേമ സമിതി പ്രസിഡന്റ് M രാജേന്ദ്രൻ ചക്കംകുളം അപ്പുമാരാർ സ്മൃതി വന്ദനം നടത്തി. സതീശൻ മാരാരെക്കുറിച്ച് നിർമ്മിച്ച സാദീശം CD-യുടെ പ്രകാശനം കഥാകൃത്ത് വൈശാഖനും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാമചന്ദ്ര പിഷാരൂടിയും ചേർന്ന് നിർവഹിച്ചു. ചാക്കോടി അന്തിക്കാട്, രാജീവ് മേനോൻ, രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. കാവിൽ സുന്ദരമാരാർ നയിച്ച കുടുക്കവീണ കച്ചേരി, പഴവിൽ രഘുമാരാർ നയിച്ച പാണ്ടിമേളം, സാദീശം ഡോക്യുമെന്ററി പ്രദർശനം എന്നിവയും ഇതോടൊപ്പം നടന്നു. ചാവക്കാട് കടപ്പുറം പഞ്ചായത്ത് കുടുംബശ്രീ CDS 16ാം വാർഷികം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് റംല അഷ്റഫ് അധ്യക്ഷയായിരുന്നു. SSLC, +2 വിഭാഗങ്ങളിൽ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. P മുസ്താഖ് അലി, PA ഉണ്ണികൃഷ്ണൻ, ഹൈറുനിസ അലി, കുമാരി അനിരുദ്ധൻ തുടങ്ങിയവർ സംസാരിച്ചു. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും ജില്ലാ മെഡിക്കൽ ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ബ്ലൈൻഡ് കൺട്രോൾ സൊസൈറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ക്യാമ്പ് പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു അശോകൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം അജിത് കുമാർ അധ്യക്ഷനായി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അരുൺകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ തങ്ക ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ രജിത്ത് പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ഗുരുവായൂരിൽ വിറക് പുരയിൽ നിന്ന് മലമ്പാമ്പുകളെ പിടികൂടി. എടപ്പള്ളി കാരക്കാട്ട് വീട്ടിൽ വഹാബന്റെ വീട്ടുവളപ്പിലെ വിറക് പുരയിൽ നിന്നാണ് 8 അടിയോളം നീളമുള്ള 2 മലമ്പാമ്പുകളെ പിടികൂടിയത്. തൊഴിയൂർ ലൈഫ് കെയർ പ്രവർത്തകരായ ഷെറീഫ്, പ്രബീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പാമ്പുകളെ പിടികൂടിയത്. ബുധനാഴ്ച വൈകിട്ട് വിറക് പുരയുടെ അടുത്തുകൂടെ പോയപ്പോൾ പാമ്പ് ചീറിയടുത്തതായി വഹാബ് പറഞ്ഞു. രാവിലെ പരിശോധിച്ചപ്പോഴാണ് പാമ്പുകളെ കണ്ടെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് DYFI ബ്ലോക്ക് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് നടത്തി. KSEB ഓഫീസുകളിലേക്കായിരുന്നു മാർച്ച്. കടവല്ലൂർ നായാടി കോളനിക്കാർ കുടിവെള്ളമില്ലാതെ ദുരിതത്തിൽ. ശുദ്ധജലക്ഷാമം മൂലം സ്കൂളിൽ പോകാനാകാതെ കുട്ടികൾ. നീന്തൽ പരിശീലനം സ്കൂളുകളിൽ പഠനത്തിന്റെ ഭാഗമാക്കി മാറ്റണമെന്ന് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA. സമ്പൂർണ്ണ ജലസാക്ഷരത കൈവരിക്കുന്ന രാജ്യത്തെ ആദ്യ മണ്ഡലമായി ഇരിങ്ങാലക്കുട മാറുമെന്നും ഉണ്ണിയാടൻ. ബുള്ളറ്റിൻ അവസാനിക്കുന്നു.